മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ആശുപത്രിയിലായി. കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനാലുമാണ് അദ്ദേഹത്തെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതരാണ് അറിയിച്ചത്. അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരീഷ് കുമാർ KP ആണ് മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടർ. അദ്ദേഹം സർട്ടിഫൈ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. താരത്തിന് സുഖം പ്രാപിക്കുവാൻ വേണ്ടി ആരാധകർ ഉൾപ്പെടെ എല്ലാവരും പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകൾക്കിടയിലായിരുന്നു മോഹൻലാൽ. ഒപ്പം തൻ്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിനു വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായത്. മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ തന്നെ മോഹൻലാലിന് 5 ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. 64 വയസ്സുള്ള മോഹൻലാലിനെ ഞാൻ പരിശോധിച്ചു. അദ്ദേഹത്തിന് കടുത്ത പനിയും ശ്വാസതടസ്സവും പിന്നെ മസിൽ പെയിനും ഉണ്ട്. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട്. അതിനാൽ 5 ദിവസം പൂർണ്ണ വിശ്രമവും തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തരുതെന്ന് നിർദ്ദേശിക്കുന്നു. ഇങ്ങനെയാണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ ഗിരീഷ് കുമാർ KP കുറിച്ചിരിക്കുന്നത്. വിവരം അറിഞ്ഞതോടെ ആരാധകർ ഇളകിയിരിക്കുന്നു. സ്വന്തം ലാലേട്ടന് ഒന്നും സംഭവിക്കില്ലെന്ന പ്രാർത്ഥനയിലാണ് സിനിമാ ലോകവും ആരാധക വൃന്ദവും. മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതിനായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഏറെ നിരാശയുണ്ടാക്കിയ വാർത്തയാണിത്. ഇൻഡസ്ട്രി ട്രാക്കറും എഴുത്തുകാരനുമായ ശ്രീധർ പിള്ളയാണ് മോഹൻലാൽ ആശുപത്രിയിൽ ആയെന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. അതിനുശേഷം നിരവധി ആരാധകരാണ് വാർത്ത ഷെയർ ചെയ്തത്. ഗെറ്റ് വെൽ സൂൺ ലാലേട്ട എന്നാണ് എല്ലാവരും പറയുന്നത്. മലയാളികൾക്ക് വെറുമൊരു അഭിനേതാവ് എന്നതിനു പുറമെ സ്വന്തം ചേട്ടനെ പോലെയാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ എമ്പുരാനും ബറോസിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളായി. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത. മലയാള സിനിമ ഏറ്റവും അധികം നോക്കിക്കാണുന്ന 2 വലിയ പ്രൊജക്റ്റുകളാണ് ബറോസും എമ്പുരാനും. രണ്ടിലും മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടനും. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിൻ്റെ റിലീസ് ശനിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഒക്ടോബർ 3-നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത്. ആദ്യം സെപ്റ്റംബർ 12-ന് സിനിമ റിലീസ് ചെയ്യാനിരുന്നതായിരുന്നു. ലാലേട്ടനെ ബാധിച്ചിരിക്കുന്നത് മ്യാൽജിയ എന്ന രോഗമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായ മൂക്ക്, തൊണ്ട, ശ്വാസകോശം എന്നിവയിലെ അണുബാധ അല്ലെങ്കിൽ കായികാധ്വാനവുമായി ബന്ധപ്പെട്ട പേശിവേദന എന്നിവയുടെ അനന്തരഫലമായിരിക്കാം മ്യാൽജിയ. പരിക്കുകൾ, സമ്മർദ്ദം, അലർജികൾ, രോഗങ്ങൾ, മരുന്നുകളോടോ വാക്സിനോടോ ഉള്ള പ്രതികരണം മ്യാൽജിയയ്ക്ക് കാരണമാകാം. അണുബാധ മൂലമാണെങ്കിൽ മ്യാൽജിയ പനിയോ വിറയലോ ഉണ്ടാക്കും. സന്ധിവേദന അല്ലെങ്കിൽ കടുത്ത ക്ഷീണം പോലുള്ള ലക്ഷണങ്ങൾക്കും ഇത് കാരണമാകും. വേദന കാരണം അമിത ക്ഷീണം എന്നിവ സാധാരണയായി അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ്. വ്യായാമം പോലെയുള്ള കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിൽ മ്യാൽജിയ കണ്ടുവരുന്നുണ്ട്.